എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം, നല്ല പടം. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ. നല്ല സിനിമ. ടോവിനോയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരുടെയും പെർഫോമൻസ് നല്ല അടിപൊളി. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? തീയോ? കൊള്ളാം. നൈസ് പടം, നൈസ് പടം. സൂപ്പർ, കുഴപ്പമില്ല. നല്ല പടം. ഫസ്റ്റായിട്ട് വന്ന് കാണേണ്ട പടമുണ്ട്. ടോവിനോടൊരു വെറൈറ്റി പെർഫോമൻസ്. ഈ പടത്തിൻ്റെ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എക്സ്പെഷ്യലി മ്യൂസിക് കാര്യങ്ങൾ നല്ല രസമാണ്. ഈയിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ളത് നോ ഡൗട്ട്. സൂപ്പറാണ്. ടോവിനോ അടിപൊളി തന്നെ. എല്ലാ പടത്തിലും അടിപൊളി. അത്രയില്ല. അടിപൊളി പടം. ഹെവി പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. എന്താ ഇഷ്ടപ്പെട്ട സിനിമ? ചേട്ടൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്. ഓരോ പടത്തിനും ഓരോ ലെവലിലാണ് ചേട്ടൻ്റെ പെർഫോമൻസ് വരുന്നത്. ഇതിലൊന്നും കൂടി മികച്ച പെർഫോമൻസ്. ഡയറക്ഷനൊക്കെ എല്ലാം അടിപൊളി, പക്ക, വേറെ ലെവൽ. പെർഫോമൻസ് ആണ് അന്വേഷണം. നല്ല ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അത് അന്വേഷണം. നല്ല പടം. ടോവിനോയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താ ഇഷ്ടപ്പെട്ട സിനിമയിൽ? അടിപൊളി പടമായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട സിനിമയിൽ? സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം, പിന്നെ അതുപോലെ തന്നെ സ്റ്റോറി, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അടിപൊളിയായിരുന്നു. പക്ക. അത് പറയാനില്ലല്ലോ. ഓക്കെ, താങ്ക് യു. നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? ടോവിനോയുടെ പെർഫോമൻസ് ആണോ ഡയറക്ഷൻ ആണോ? സൂപ്പറായിരുന്നു. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. സിനിമ എങ്ങനെയായിരുന്നു? നല്ല സിനിമ. സൂപ്പർ പടം. അടിപൊളിയാണ്. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമയിൽ? ഈസ്തെറ്റിക്സും മേക്കിങ്ങും എല്ലാം നല്ലായിരുന്നു. മൊത്തത്തിൽ ഭയങ്കര നന്നായിരുന്നു. നല്ല ആൾക്കാർ, നമുക്ക് മനസ്സിലാവുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പെർഫോമൻസ്. നമുക്ക് ഒരു 2 പടമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും വ്യത്യസ്തമായിട്ട് 2 ഇൻവെസ്റ്റിഗേഷനായിട്ട് നല്ല രസമായിട്ട് കൊണ്ടുപോകും. നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. ക്ലാസ് ഫിലിം. എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? സിനിമാറ്റോഗ്രാഫി, മൊത്തത്തിൽ ലൊക്കേഷൻസ് ആർ വെരി ന്യൂ ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. മൊത്തത്തിൽ അടിപൊളിയാണ്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അതെ. സാധാരണ ഒരാൾക്കൊരു സിനിമയിൽ നിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ കിട്ടത്തുള്ളൂ. ഹിയർ വി ഹാവ് 2 ഇൻവെസ്റ്റിഗേഷൻസ്. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫും ഒക്കെ എനിക്കിപ്പോൾ അതിൻ്റെ ഇതിലാണ്. ഞാൻ സെക്കൻഡ് ഹാഫ് ഇപ്പോഴാണ് കണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. യാ, വിൽ കം അപ്പ് വിത്ത് മോർ റിവ്യൂസ് സൂൺ. മകനോടെ വിളിച്ച് നന്നായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്. ഇല്ല. താല്പര്യമില്ല. ഓക്കെ, സന്തോഷം. എനിക്കറിഞ്ഞുകൂടാ. പടം കണ്ട് എനിക്ക് ഭയങ്കര മാനസികമായി, ഞാൻ പെർഫോം ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ ഞാൻ 100% സന്തോഷവാനാണ്. ഇത്രയും ഒരു വലിയ സിനിമയിൽ ഇത്രയും ഭാഗമായി ഇത്രയും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. അത് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെ സഹായം ഉണ്ടാകണം. സിനിമ വിജയിപ്പിക്കണം. അതാണ് എനിക്ക്. അതെ. തൊട്ടപ്പുറത്ത് തന്നെ ജെറി എന്ന് പറഞ്ഞ പടം ഉച്ചകഴിഞ്ഞാൽ അത് റിലീസാണ്. പടം റിലീസായി. അപ്പോൾ അതും 2 സിനിമകൾ ഇന്നിറങ്ങി. ആ ജീവിതത്തിലെ സ്വപ്നം കണ്ടതിനപ്പുറത്താണ്. ഒരു ദിവസം 2 പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച 2 സിനിമകൾ ഒന്നിച്ചിറങ്ങാന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ ഒത്തിരി പലതവണ സ്വപ്നം കണ്ട സ്വപ്നമാണ്. അപ്പോൾ അതിന് വലിയ സന്തോഷം. അല്ലാതെ എന്താ പറയുന്നത്, ഉള്ളുണ്ടാക്കുന്നുള്ളൂ. എന്നാ പറയുക, ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആളല്ല. സംസാരിക്കുന്ന ആളാണ്. സംസാരം നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വായടയ്ക്കുന്നു, പണിയെടുക്കാൻ ശ്രമിക്കുന്നു. അല്ലെ എന്നെ കൊല വിളിക്കുക. വളരെ സന്തോഷം. എല്ലാവരും സിനിമ കണ്ട് പ്രോത്സാഹിപ്പിച്ച് നല്ല സിനിമയാണെന്ന് എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഒപ്പം തന്നെ ഞാനും പറഞ്ഞു മനോഹരമായ സിനിമയാണ്. അങ്ങനെ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ചിരി ഉണ്ടായോ? ഞാനിന്ന് ആദ്യം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആസ്വദിച്ചിരുന്ന് കണ്ടില്ല. ഞാൻ സിനിമ കാണുകാറുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക് പോലും ശരിക്കറിയില്ലായിരുന്നു സിനിമ.
അപ്പോൾ എന്തായാലും നല്ല സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു. വളരെ സന്തോഷം. താങ്ക് യു.